ഒരു ചെറിയ എലി എങ്ങനെ ഗണപതിയുടെ വാഹനമായി? അതിനു പിന്നിൽ ഒരു ഐതിഹ്യമുണ്ട്. മൂഷികാസുരൻ എന്ന അസുരൻ സൃഷ്ടികർത്താവായ ബ്രഹ്മാവ് നിന്ന് കഠിന തപസ്സിലൂടെ വലിയ വരങ്ങൾ നേടി. ആ വരങ്ങളുടെ ശക്തിയിൽ അവൻ അഹങ്കാരിയായി മാറി. ദേവന്മാരെയും ഋഷിമാരെയും മനുഷ്യരെയും അവൻ നിരന്തരം ഉപദ്രവിച്ചു. അവന്റെ ശക്തിക്ക് മുന്നിൽ എല്ലാവരും ഭയന്നു. അവസാനം ദേവന്മാർ സഹായത്തിനായി ഗണപതിയെ സമീപിച്ചു. ഗണപതി മൂഷികാസുരനുമായി ഭയങ്കര യുദ്ധം നടത്തി. എത്ര ശക്തി ഉപയോഗിച്ചിട്ടും ഗണപതിയെ തോൽപ്പിക്കാൻ മൂഷികാസുരന് കഴിഞ്ഞില്ല. ഒടുവിൽ അവൻ പരാജയം സമ്മതിച്ച് ഗണപതിയുടെ പാദങ്ങളിൽ വീണു. ക്ഷമ ചോദിച്ച മൂഷികാസുരനെ ഗണപതി ശിക്ഷിച്ചില്ല. പകരം അവനെ തന്റെ വാഹനമാക്കി. അതുകൊണ്ടാണ് ഇന്നും ഗണപതിയുടെ പാദങ്ങൾക്ക് സമീപം ഒരു എലിയെ കാണുന്നത്. അഹങ്കാരം ജ്ഞാനത്തിനു മുന്നിൽ കീഴടങ്ങുന്നതിന്റെ പ്രതീകമാണത്. ശക്തി നേടിയ അസുരൻ ലോകത്തെ ഭയപ്പെടുത്തി. പക്ഷേ ജ്ഞാനത്തിന്റെ ദേവനായ ഗണപതിയുടെ മുന്നിൽ ഒടുവിലൊരു വാഹനമായി മാറി. ഓം മഹാഗണപതായ നമഃ.